പ്രിയരെ, നമ്മൾ അടുത്ത മാസം 4, 5, 6 തീയതികളിൽ പോകുന്ന സ്ഥലങ്ങൾ ഞാനൊരു വീഡിയോയിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. തോമാസ് ലീഹായുടെ 7 പള്ളികൾ. കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് തോമാസ് ലീഹായും 7 പള്ളികളും. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന തോമാസ് ലീഹ വിശ്വാസ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് AD 52 കൊടുങ്ങല്ലൂരിലെത്തുന്നത്. അദ്ദേഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന സപ്തദേവാലയങ്ങൾക്ക് സഭാചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളെ നമുക്ക് കണ്ട് അറിയാം. പാലയൂർ പള്ളി. കേരളത്തിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ പാലയൂർ പള്ളിയും AD 52 തോമാസ് ലീഹ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വാസം. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂരിലാണ് തോമാസ് ലീഹ ആദ്യം കപ്പലിറങ്ങുന്നത്. അക്കാലത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന കൊടുങ്ങല്ലൂരിലാണ് തോമാസ് ലീഹ AD 52 ആദ്യം പള്ളി സ്ഥാപിക്കുന്നത്. എറണാകുളത്തെ വടക്കൻ പറവൂരിൽ പെരിയാറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടക്കാവ് സെൻറ്റ് തോമസ് പള്ളി തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ്. AD 53 ആലപ്പുഴയിലെ കൊക്കമംഗലത്ത് തോമാസ് ലീഹ സ്ഥാപിച്ചതാണ് കൊക്കമംഗലം പള്ളി എന്നാണ് കരുതപ്പെടുന്നത്. 1 വർഷത്തോളം കൊക്കമംഗലത്ത് താമസിച്ച് വിശ്വാസം പ്രചരിപ്പിച്ച അദ്ദേഹം ആദ്യം അവിടെ ഒരു കുരിശാണ് സ്ഥാപിച്ചത്. നിരണം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി. ഇത് പത്തനംതിട്ട ജില്ലയിലെ നിരണം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി തോമാസ് ലീഹ AD 54 സ്ഥാപിച്ചതാണെന്നാണ് കരുതുന്നത്. കേരള ക്രൈസ്തവ സഭയിലെ പല പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ ഈ ദേവാലയത്തിൽ ക്ഷേത്രങ്ങളിലേതുപോലെ കരിങ്കൽ വിളക്കുകളും കൊത്തുപണികളും കാണാൻ സാധിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയം കൂടിയാണിത്. സെൻറ്റ് തോമസ് എക്യൂമെനിക്കൽ പള്ളി നിലയ്ക്കൽ. ഇത് പത്തനംതിട്ട ജില്ലയിലെ നിലയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയം ലോകത്തിലെ ആദ്യത്തെ എക്യൂമെനിക്കൽ ദേവാലയമാണ്. വിവിധ സഭകൾക്ക് ഈ ദേവാലയത്തിൻ്റെ നടത്തിപ്പിൽ പങ്കാളിത്തമുണ്ട്. ശബരിമലയ്ക്ക് സമീപം വനപ്രദേശത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം പള്ളി. വളരെ പണ്ടുകാലം മുതൽക്കേ പ്രശസ്തമായ തുറമുഖമായിരുന്ന കൊല്ലത്താണ് 7 പള്ളികളിൽ ഒന്നായ കൊല്ലം പള്ളി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ദേവാലയം 1000 വർഷം നിലനിന്നിരുന്നുവെന്നും പിന്നീടത് കടലെടുത്തു പോയി എന്നുമാണ് പറയപ്പെടുന്നത്. തിരുവിതാംകോട് പള്ളി. തമിഴ്നാട്ടിലെ കന്യാകുമാരി തിരുവിതാംകോട് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി അറിയപ്പെടുന്നത് അരപ്പള്ളി അഥവാ 7 പള്ളികളിലൊന്ന് എന്നാണ്. AD 63 തോമാസ് ലീഹ സ്ഥാപിച്ച ഈ ദേവാലയം തോമയാർ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മരം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയാതെ മണ്ണിനടിയിലാണ്. മരത്തിൻ്റെ വേര് മുറിഞ്ഞു പോയാൽ മരം അവസാനിക്കും. നമുക്ക് വിശ്വാസം പകർന്നു തന്ന സഭയുടെ നെടും തൂണുകളെല്ലാം മണ്ണിനടിയിലാണ്. നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ അനുഗ്രഹം നേടി സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്നത് തോമാസ് ലീഹ പകർന്നു തന്ന വിശ്വാസത്താലാണ്. അവരെ മറന്നുകൂടാ. തോമാസ് ലീഹായാകുന്ന ആ മരത്തിൻ്റെ
ഫലങ്ങളാണ് നാം ഓരോരുത്തരും. നന്ദി.